गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ശരിക്കും ഹൃദയം കൊണ്ട് ഈ രണ്ട് ടീച്ചേഴ്സിനെ ഞാൻ കൊണ്ടാടേണ്ടി. കാരണം ഈ പ്രോഗ്രാമിന്റെ ഈ ലാസ്റ്റ് ഡേയിൽ ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ല പ്രോഗ്രാമുകൾ ചെയ്യിക്കാൻ പറ്റുമല്ലോ. ഞാനിങ്ങനെ മനസ്സിലിരുന്ന് ഭാവന ചെയ്യാൻ. നിങ്ങളുടെ ടീച്ചേഴ്സ് റെഡിയാണ്, രക്ഷകർത്താക്കൾ റെഡിയാണ്, കുട്ടികൾ റെഡിയാണെങ്കിൽ മെയ് 13 കൊല്ലത്ത് ഒരു വലിയ സദസ്സിന്, കൊല്ലം ജില്ലയിലെ മുഴുവൻ റെപ്രസെന്റേറ്റീവ് കൊല്ലം ജ്ഞാനക്ഷേത്രത്തിൽ, കൊല്ലം ആശ്രമത്തിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ശ്രീ ശ്രീ സംസ്കാർ ക്ലാസിന്റെ ഭാഗമായിട്ട് നമുക്ക് അഭിമാന പുരസ്സരം ഇത് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. എനിക്കൊരു അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ തോന്നി. കാരണം കുട്ടികൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോ എന്തായാലും ഈ രണ്ട് ടീച്ചേഴ്സിന് അഭിമാന പുരസ്സരം പറയാം. ഞങ്ങള് ശ്രീ ശ്രീ സംസ്കാർ ക്ലാസ് മയ്യനാട് സെന്ററിൽ എടുത്തു. അതൊരു ഗംഭീര പരിപാടിയായിരുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു. ശ്രീ ശ്രീ സംസ്കാർ ക്ലാസ് മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അത് പക്ഷേ ഇത്രയും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഇതുവരെ എടുത്തതായിട്ടൊന്നും എനിക്ക് അറിയില്ല. ഉണ്ടോ? ചാത്തന്നൂർ ഇപ്പോൾ ഒരു ക്ലാസ് ഗുരുജിയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വെറും 12 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് ഇതിനകത്തുള്ളത്. അതിനെ തന്നെ കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഗംഭീരമായിട്ട് ഈ ക്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്ന ടീച്ചേഴ്സിന് ഈ കുട്ടികളുടെ കമ്മിറ്റിയുടെ പേരിലല്ല, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ മുഴുവൻ ഈ മയ്യനാട് സെന്ററിലെ, മയ്യനാട് വില്ലേജിലെ മുഴുവൻ ആർട്ട് ഓഫ് ലിവിംഗ് ഭക്തരുടെയും ഒപ്പം ഈ മയ്യനാട് പ്രദേശവാസികളുടെ, ഈ രക്ഷകർത്താക്കളുടെ, ഈ കുട്ടികളുടെ എല്ലാം പേരിൽ ശരിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. ഈ കിട്ടിയ അമൂല്യമായ ഈ അറിവിനെ നിങ്ങൾ കളയരുത്. അത് രക്ഷകർത്താക്കളുടെ കയ്യിലാണ്. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം നമുക്ക് പതുക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ബി ഹാപ്പി, ബി പീസ്ഫുൾ. ഓക്കെ, ജയ് ഗുരുദേവ്. രണ്ടുപേരും മോന് കുഴപ്പമില്ലായിരുന്നു. മോൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഇങ്ങനെ പിണങ്ങിയിരിക്കുക, വരുത്തതേ ഇല്ല. രണ്ടാമത്തെ ദിവസം പിണങ്ങിയിരിക്കുക, വരുത്തതേ ഇല്ല. മൂന്നാമത്തെ ദിവസം തൊട്ട് ഇങ്ങനെ ക്ലാസ് വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേക്കാൻ വലിയ മറ്റായിരുന്നു. ക്ലാസ് ഉണ്ട്, എഴുന്നേക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലേക്ക് എഴുന്നേക്കും. അതിനൊക്കെ തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഇന്ന് അടുത്ത ദിവസം ക്ലാസ്സിൽ പോകാനാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വാ നമുക്ക് തനിയെ കിടന്നുറങ്ങാനും വേണ്ടി രണ്ടുപേരും കൂടെ വിളിച്ചുകൊണ്ട് പോയി ഉറങ്ങാനൊക്കെ കിടക്കും. ഇപ്പം ക്ലാസ് തീരുന്നു എന്ന് കേട്ടു.
Yes. ഭുജംഗാസനം. ആ. തഥാ വാക്വദത്തം യശസ്സ